എങ്ങനെ? അല്ല, തീർച്ചയായിട്ടും നോക്കണല്ലേ. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി? അത്ര ദിവസമല്ലേ ആയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു, വകുപ്പുകൾ വിഭജനം നടത്തി, ഞങ്ങൾ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടേതനുസരിച്ചിട്ട് പുതിയ സെക്രട്ടറിമാരുടെയും മറ്റ് നിയമനങ്ങൾ, ഡിപ്ലോയ്മെൻ്റ് ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി മന്ത്രിസഭ അപ്രൂവ് ചെയ്തു. ബജറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്തു. അല്ല, ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം അത് അല്ല, അത് നമ്മളിപ്പോൾ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് അടുത്ത ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് തരാൻ കിഫ്ബിയുടെ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ച് ബാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അല്ലല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ നമുക്ക് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് അല്ലേ. നമുക്ക് ഇവിടെ കിട്ടുന്ന നികുതിയുടെ വിഹിതം നമുക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ കിട്ടിയിരുന്നത് 3.5 ആയിരുന്നു. ഇപ്പോൾ 1.92 ആയിരുന്നു. ഇപ്പോൾ 2.32 ആയിട്ട് അത് മാറി. കുറേ കൂടി കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് ഞങ്ങളും പ്രതിപക്ഷവും പ്രസന്റേഷൻ നടത്തിയിരുന്നെന്ന് 16ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ വളരെ ഗൗരവത്തോടുകൂടി സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങളും പ്രസന്റേഷൻ നടത്തിയിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷം കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതിന് 40% സ്റ്റേറ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ പുതിയ ഗവൺമെന്റിന്റെ മുകളിലാണ് ആ ബാധ്യത. പണ്ട് പൂർണ്ണമായി കേന്ദ്രം തന്നുകൊണ്ടിരുന്ന പണത്തിന്റെ 40% നമ്മൾ കണ്ടെത്തണം, വേണ്ടേ? മാത്രമല്ല, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മറ്റേ ഈ വൈറ്റ് പേപ്പറുകളുണ്ട്, വൈറ്റ് പേപ്പറിലെ രഹസ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് പേപ്പർ ആയി പോകും. പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇല്ലീഗൽ മൂവാണ്. കേരള വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ അത് ചെയ്യുന്നത്. അല്ല, അത് നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട്. അത് ഈ പുതിയ നിയമത്തിന്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിയാണ്. മുത്തവല്ലിക്കാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ്, അല്ലേ? നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചെയർമാൻ, അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും കൂടി എറണാകുളത്ത് വന്ന് വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വാക്ക് കൊടുത്താണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ, 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. ഇപ്പം 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ന്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അത് നമ്മളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടപെടലുണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ്, അവിടെ ആ പാവപ്പെട്ട മനുഷ്യര് അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് അത് പ്രൊട്ടക്ട് ചെയ്യും അവരെ. പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനവും ആ ഭൂമിയിൽ പൂർണ്ണ അവകാശവും കൂടി
അവർക്ക് വാങ്ങിച്ചു. അതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഒരേ കാര്യം ആവർത്തിച്ച് പറയണത് തന്നെ. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇപ്പം ചോദിക്കുന്നത്? കുത്തിത്തിരിപ്പാണ് അത് ചോദിക്കണത്. അത് വേണ്ട. എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിക്കണ്ട.